ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി 2023 പുടിൻ ചൈനയിലെത്തിയപ്പോൾ ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. ഒരു കറുത്ത പെട്ടി കൈവശമുള്ള റഷ്യൻ നാവികസേന ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടക്കുന്നതായിരുന്നു ചിത്രം. ആണവായുധങ്ങളെ ലോഞ്ച് ചെയ്യാനുള്ള കമാൻഡിനും നിയന്ത്രണത്തിനുമുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായ ന്യൂക്ലിയർ സൂട്ട് കേസാണ് അതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ആണവശക്തികളായ രാജ്യങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ട ആണവപ്പെട്ടികളുള്ളത് റഷ്യയ്ക്കും യുഎസിനുമാണ്. ആണവ ആക്രമണത്തിന് നിർദ്ദേശം നൽകാനുള്ളതാണ് ആണവപ്പെട്ടി അഥവാ ന്യൂക്ലിയർ ബ്രീഫ് കേസ്. ചിഗറ്റ് എന്നറിയപ്പെടുന്ന ഈ പെട്ടി റഷ്യൻ നാവികസേന ഉദ്യോഗസ്ഥരാണ് പരമ്പരാഗതമായി വഹിക്കുന്നത്. റഷ്യയിലെ കബാർ സോവിയറ്റ് കാലഘട്ടത്തിൽ മിഖേൽ ഗോർബച്ചോവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം 1985 ചിഗറ്റ് സജ്ജമാക്കിയത്. 1985 ചിഗറ്റ് സജ്ജമായത്. ഒരു പ്രത്യേക ഫ്ലാഷ് കാർഡ് ഉപയോഗിച്ചാണ് ഈ പെട്ടി പ്രവർത്തിപ്പിക്കുന്നത്. ലോഞ്ച്, ക്യാൻസൽ എന്നിങ്ങനെ 2 ബട്ടണുകൾ ഇതിലുണ്ട്. റഷ്യൻ സൈന്യത്തിലെ ഉന്നത നേതൃത്വവുമായി സവിശേഷ കാസ്പെക് ഇലക്ട്രോണിക് സംവിധാനം വഴി ബന്ധപ്പെടാനുള്ള സംവിധാനമാണ് ബ്രീഫ് കേസിൽ ഉള്ളത്. റഷ്യൻ പ്രധാനമന്ത്രിക്കും സംയുക്ത സൈനിക മേധാവിക്കും ഈ പെട്ടികൾ ഉണ്ട്. 3-ൽ 2 പേർ അനുമതി നൽകിയാൽ റഷ്യൻ സൈന്യം ആണവായുധം പ്രയോഗിക്കും. 1995 ചിഗറ്റ് പ്രവർത്തിച്ചിരുന്നെന്ന് അഭ്യൂഹമുണ്ട്. ബോറിസ് യെൽസിനായിരുന്നു അന്ന് റഷ്യൻ പ്രസിഡന്റ്. യുഎസും നോർവേയുമായി നടന്ന സംയുക്ത മിസൈൽ അഭ്യാസം റഷ്യയ്ക്ക് നേരെയുള്ള ആണവാക്രമണമാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു അലർട്ട് വന്നതാണ് കാരണം. എന്നാൽ താമസിയാതെ ചിഗറ്റ് നിർദ്ദേശം റഷ്യ നിർവീര്യമാക്കുകയായിരുന്നു. യുക്രൈൻ റഷ്യയ്ക്ക് നേരെ യുഎസ് ബ്രിട്ടീഷ് മിസൈലുകൾ പ്രയോഗിച്ചതിന് പിന്നാലെ ആണവ നയത്തിൽ ചില തിരുത്തലുകൾ വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ പുടിൻ. ആണവ പ്രതിരോധത്തെക്കുറിച്ചുള്ള റഷ്യൻ ഫെഡറേഷൻ സ്റ്റേറ്റ് പോളിസിയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്ന തലക്കെട്ടിൽ വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ പുതുക്കിയ ആണവ നയത്തിന് അംഗീകാരം നൽകുന്ന ഉത്തരവിൽ ഒപ്പുവെച്ചു. നേരത്തെയുള്ള ആണവ നയത്തിൽ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായ ആക്രമണമുണ്ടായാൽ ആണവായുധങ്ങളുടെ ഉപയോഗം ആരംഭിക്കാമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ നയം കൂടുതൽ വ്യക്തത നൽകുന്നു. റഷ്യയുടെ പരമാധികാരത്തിനും അല്ലെങ്കിൽ സമഗ്രതയ്ക്കും നേരിട്ട് ഭീഷണിയാകുന്ന ആക്രമണത്തിന് മറുപടിയായി ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്ന് പ്രസ്താവിക്കുന്നു. പുതുതായി ഒപ്പിട്ട നയമനുസരിച്ച് ആണവശക്തിയുടെ പിന്തുണയുള്ള ആണവ ഇതര രാഷ്ട്രം നടത്തുന്ന ആക്രമണത്തെ സംയുക്ത ആക്രമണമായി റഷ്യ ഇപ്പോൾ കാണും. റഷ്യയ്ക്കോ സഖ്യകക്ഷിയായ ബെലാറസിനോ എതിരായ യുക്രൈനിയൻ ആക്രമണം യുഎസ് യുക്രൈൻ സംയുക്ത ആക്രമണമായി കണക്കാക്കും. ഇത് ആണവ പ്രതികരണത്തിന് കാരണമാകും. റഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ബ്രിട്ടീഷ് ക്രൂയിസ് മിസൈൽ തൊടുത്ത് യുക്രൈൻ ആക്രമണം നടത്തിയിരുന്നു. റഷ്യ ഉത്തര കൊറിയൻ സൈനിക സഹായം തേടിയതിനാലാണ് സ്റ്റോം ഷാഡോ മിസൈൽ ഉപയോഗിക്കുന്നതിന് UK അംഗീകാരം നൽകിയത്. യുഎസ് നിർമ്മിച്ച ആർമി ടാക്ടിക്കൽ മിസൈൽ സംവിധാനവും നിലവിൽ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.